കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്നുള്ള കർഷക സമൂഹം നെൽകർഷക സംരക്ഷണ സമിതിയുടെ സത്യാഗ്രഹികൾക്ക് നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു സന്ദർഭം യഥാർത്ഥത്തിൽ കുട്ടനാട്ടിൽ ഒരു സമരത്തിനുള്ള സന്ദർഭമല്ല. പക്ഷേ ഇന്ന് വിതയും അതുപോലെ തന്നെ ഇവിടെ കൊയ്ത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണെങ്കിലും നമ്മുടെ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് പ്രത്യേകിച്ച് ഇത്തവണ വർച്ചീയ വേലിയേറ്റത്തിൽ ഏതാണ്ട് 5 പാടശേഖരങ്ങൾ മടവീണ് പോയി. വേലിയേറ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലല്ല ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടനാടിന് വേണ്ടിയാണ് തണ്ണീർമുക്കം ബണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബണ്ട് റെഗുലേറ്റ് ചെയ്തെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ 3 പ്രാവശ്യമായിട്ടും 3 കളക്ടർമാരെയും കണ്ടി കാര്യങ്ങൾ കൊടുത്തിട്ട് അതിന് പരിഹാരം ഉണ്ടാകാതെ നമ്മുടെ ഈ ബണ്ടിൽ കൂടെ ബണ്ട് തുറന്നു വെച്ച് വെള്ളം വേലിയേറ്റം ഉണ്ടായ സന്ദർഭത്തിൽ പല വീടും പരിസരവും വരെ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം ആഗോള താപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആ പ്രതിഭാസത്തിന്റെ ഒരു ലക്ഷണം നമുക്കിന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ കുട്ടനാടിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് കൃത്യമായും റെഗുലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൃഷി നിലനിർത്താൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യം ഉന്നയിച്ചത്. നമുക്കറിയാം, ഉപ്പുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഈ ഉപ്പിനെ പ്രതിരോധിക്കാനും ജലം തള്ളൽ പ്രതിരോധിക്കാനും വേണ്ടിയാണ് ഈ ബണ്ട് പടന്നെങ്കിൽ ഇന്ന് ഉപ്പ് കയറി നമ്മുടെ പല പാടശേഖരങ്ങളും തകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ബണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രത്യേക സന്ദർഭത്തിൽ അതിൻ്റെ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള പ്രത്യേകം ആവശ്യം ഉന്നയിച്ചും അതോടൊപ്പമാണ് നമ്മളുടെ അർഹതപ്പെട്ട നെല്ലിന്റെ വില അത് 4 പ്രാവശ്യമായിട്ട് നമുക്ക് നൽകാതിരിക്കുന്ന ഈ വഞ്ചനാപരമായ സമീപനം ഈ കേരള സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ അർഹതപ്പെട്ട വില ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭത്തിന് നമ്മൾ നിരന്തരമായ നമ്മുടെ വാർപ്പാത്ത് 24-25 എന്നുള്ള രീതിയിൽ നിരന്തരമായി നെൽകർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭം സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ തുടർച്ചയായിട്ട് കൂടിയാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിന് തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ നേതാക്കന്മാരെ സോണിച്ചൻ പുളിങ്കുന്നും ലാലിച്ചൻ പള്ളിവാതിക്കലും നിരാഹാര സമരം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരായ കർഷക സംരക്ഷണ സമിതിയുടെ നേതാക്കന്മാര് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും മാതൃകയായി നമുക്കെല്ലാം ആവേശമായി നിലകൊണ്ടുകൊണ്ട് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചേർമ്പൻകുട്ടി മാഷിന് ഈ സമരവേദിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ സംഘടനയുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയായി നിൽക്കുന്ന വിജയൻ ചേട്ടനെ നമ്മളവിടെ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ സംഘടനയുടെ സമ്മേളനം നടന്നപ്പോഴും നമ്മുടെ നെൽകർഷക സംരക്ഷണ സമിതിയുടെ അവിടെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ മേഖലയിൽ നടന്ന വലിയ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുള്ളതാണ്. ആ സമ്മേളനത്തിലും ആ കർഷകരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നെൽകർഷക നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലെത്തി ആ സമ്മേളനത്തിൽ ആവേശം പകർന്ന വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ഇത്രയും പ്രായത്തിലും നമ്മുടെ ഇവിടെ എത്തി ഈ സമരത്തോട് ഐക്യപ്പെടുവാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വിജയൻ ചേട്ടന് ഈ സമ്മേളനത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ പ്രഭാകരേട്ടൻ, നെൽകർഷക സംരക്ഷണ സമിതിയുടെ എല്ലാമായ പ്രിയപ്പെട്ട പ്രഭാകരേട്ടന് ഈ സമ്മേളനത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ അവിടെ എത്തിയിട്ടുള്ള നിരവധിയായ പ്രമുഖരുകൊണ്ട് നമ്മുടെ നെൽകർഷക സംരക്ഷണ സംസ്ഥാന നേതാക്കന്മാരെ എത്തിയിരിക്കുന്നത് കർഷക സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാനരായ മുഴുവൻ കർഷക സുഹൃത്തുക്കൾക്കും കർഷക സംരക്ഷണ നേതാക്കന്മാർക്കും നെൽകർഷക സംരക്ഷണത്തിന്റെ ഊഷ്മളമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നടത്തുന്നു. അഭിവാദനങ്ങൾ.